ബഹുമാനപ്പെട്ട ടൂറിസം സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ PC വിശ്വനാഥ്, സെക്രട്ടറി ടൂറിസം ശ്രീ K ബിജു IAS, കേരള ടൂറിസം ഡയറക്ടർ ശ്രീമതി M അഞ്ജന IAS, കേരള ടൂറിസം അഡീഷണൽ ഡയറക്ടർ ശ്രീമതി ധന്യ സുരേഷ് IAS, മാധ്യമ പ്രവർത്തകർ, ടൂറിസം വകുപ്പ് ഉദ്യോഗസ്ഥർ, കേരള ട്രാവൽ മാർട്ട് സൊസൈറ്റി മുൻ പ്രസിഡന്റുമാർ, മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ, കഴിഞ്ഞ 25 വർഷമായി വളരെ വിജയകരമായി നടന്നുവരുന്ന കേരള ട്രാവൽ മാർട്ടിൻ്റെ 13ാമത് എഡിഷൻ ഈ വർഷം സെപ്റ്റംബർ 24 മുതൽ 27 വരെ കൊച്ചിയിൽ നടക്കുകയാണ്. ആയത് സംബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ വിവരിക്കുന്നതാണ്. 2000 ആണ്ടിൽ സ്ഥാപിതമായ കഴിഞ്ഞ വർഷം സിൽവർ ജൂബിലി ആഘോഷിച്ച ഈ പ്രസ്ഥാനം ഇതിനകം 12 ട്രാവൽ മാർട്ടുകളും 2 വെർച്വൽ മാർട്ടുകളും ഒരു വെഡിങ് ആൻഡ് മൈസ് കോൺക്ലേവും വിജയകരമായി പൂർത്തിയാക്കി. കേരള ടൂറിസത്തിൻ്റെ മുന്നോട്ടുള്ള കുതിപ്പിന് കേരള ട്രാവൽ മാർട്ട് ഒരു പ്രേരക ശക്തിയായി മാറിയിട്ടുണ്ട് എന്നത് ഞങ്ങളെ സംബന്ധിച്ച് അഭിമാനകരമാണ്. കേരളത്തിലെ എല്ലാ മേഖലയിലുള്ള ടൂറിസം സംരംഭകരുടെ ഒരു അംബ്രല ഓർഗനൈസേഷനാണ് കേരള ട്രാവൽ മാർട്ട്. ഹോട്ടലുകൾ, റിസോർട്ടുകൾ, ഹോം സ്റ്റേ, സർവീസ് വില്ലകൾ, ഹൗസ് ബോട്ടുകൾ, ടൂർ ആൻഡ് ട്രാൻസ്പോർട്ട് ഓപ്പറേറ്റർമാർ തുടങ്ങി 775ഓളം സജീവ അംഗങ്ങൾ സൊസൈറ്റിയിലുണ്ട്. ടൂറിസം മന്ത്രിയാണ് ഇതിൻ്റെ രക്ഷാധികാരി. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി, ട്രഷറർ, പിന്നെ സെക്രട്ടറി ടൂറിസം എക്സ് ഒഫീഷ്യോ അംഗമാണ്. ഡയറക്ടർ ടൂറിസം എക്സ് ഒഫീഷ്യോ അംഗമാണ്. മാനേജിംഗ് ഡയറക്ടർ KTDCയും എക്സ് ഒഫീഷ്യോ അംഗമാണ്. മുൻ പ്രസിഡന്റ് എക്സ് ഒഫീഷ്യോ അംഗമാണ്. ഒട്ടേറെ പുതുമകളുമായാണ് ഇത്തവണ കേരള ട്രാവൽ മാർട്ട് സംഘടിപ്പിക്കുന്നത്. പുതിയ ടൂറിസം മാർക്കറ്റുകൾ കണ്ടെത്തൽ, പുതുമയാർന്ന അവതരണം, മുഴുവനായി ഡിജിറ്റലൈസ് ചെയ്യപ്പെട്ട മീറ്റിംഗ് മാനേജ്മെന്റ്, ഒരു ഗ്രീൻ പ്രോട്ടോകോൾ കീപ്പ് ചെയ്യുന്ന KTM തുടങ്ങിയവയെല്ലാം ഇതിൻ്റെ പ്രത്യേകതയാണ്. 2024 സെപ്റ്റംബർ നടത്തിയ 12ാം എഡിഷനും 2025 ഓഗസ്റ്റിൽ ആദ്യമായി നടത്തപ്പെട്ട വെഡിങ് ആൻഡ് മൈസ് കോൺക്ലേവും വളരെ വിജയകരമായിരുന്നു. കേരളത്തിൻ്റെ ഡെസ്റ്റിനേഷൻ വെഡിങ് മേഖലയും അതുപോലെ തന്നെ മൈസ് ടൂറിസം മേഖലയും വലിയ സാധ്യതയാണ് ഉള്ളതെന്ന് പ്രസ്തുത കോൺക്ലേവിൽ പങ്കെടുത്ത വിദഗ്ധരെല്ലാം അഭിപ്രായപ്പെട്ടു. ഈ മേഖലയിൽ ഒട്ടേറെ വിജയം കൈവരിക്കുവാൻ നമുക്ക് സാധിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ആയതിനായി ഇന്ത്യൻ കൺവെൻഷൻ പ്രൊമോഷൻ ബ്യൂറോ മാതൃകയിൽ ഒരു കേരള കൺവെൻഷൻ പ്രൊമോഷൻ ബ്യൂറോ രൂപീകരിക്കേണ്ടതിൻ്റെ ആവശ്യകത പ്രസ്തുത കോൺക്ലേവിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇത് സംബന്ധിച്ചൊരു പദ്ധതി രേഖ കേരള ട്രാവൽ മാർട്ട് സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. ഇക്കാലം അത്രയും കേരള ട്രാവൽ മാർട്ടിന് സംസ്ഥാന സർക്കാരുകൾ നൽകിയിട്ടുള്ള പിന്തുണയും സഹായവും വിലമതിക്കാനാവാത്തതാണ്. ഒപ്പം നമ്മുടെ മാധ്യമങ്ങൾ ഈ സംഘടനയ്ക്ക്, ടൂറിസം സംരംഭങ്ങൾക്കും നൽകിയിട്ടുള്ള പിന്തുണ വളരെ വിലപ്പെട്ടതാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ മാധ്യമങ്ങൾ നൽകിയ നിസ്സീമമായ പിന്തുണയാണ് വിജയകരമായി പ്രസ്തുത ഘട്ടങ്ങളെ മറികടക്കാൻ കേരളത്തിലെ വിനോദസഞ്ചാര മേഖലയെ സഹായിച്ചിട്ടുള്ളത്. ഈ പിന്തുണ തുടർന്നുണ്ടാകണമെന്ന വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട ടൂറിസം സാംസ്കാരിക വകുപ്പ് മന്ത്രി PC വിശ്വനാഥ് അവർകളെ വിനയപൂർവ്വം ഈ പത്രസമ്മേളനത്തിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പത്രസമ്മേളനത്തിൽ സംബന്ധിക്കുന്ന ടൂറിസം സെക്രട്ടറി ശ്രീ K ബിജു IAS, കേരള ടൂറിസം ഡയറക്ടർ ശ്രീമതി M അഞ്ജന IAS, കേരള ടൂറിസം അഡീഷണൽ ഡയറക്ടർ ശ്രീമതി ധന്യ സുരേഷ് IAS, ടൂറിസം വകുപ്പിലെയും KTDCയിലെയും ഉദ്യോഗസ്ഥർ, കേരള ട്രാവൽ മാർട്ട് സെക്രട്ടറി ശ്രീ സ്വാമിനാഥൻ, മുൻ പ്രസിഡന്റുമാരായ EM നജീബ്, ശ്രീ എബ്രഹാം ജോർജ്, ബേബി മാത്യു, വൈസ് പ്രസിഡന്റ് ശ്രീ ഹരികുമാർ, ട്രഷറർ ജിബ്രാൻ ആസിഫ്, ജോയിന്റ് സെക്രട്ടറി ശ്രീ ജോബിൻ ജോസഫ്, മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ, ഈ ചടങ്ങ് റിപ്പോർട്ട് ചെയ്യാൻ എത്തിച്ചേർന്ന ഞങ്ങളുടെ മാധ്യമ സുഹൃത്തുക്കൾ തുടങ്ങിയ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ടൂറിസം സാംസ്കാരിക വകുപ്പ് മന്ത്രി PC വിശ്വനാഥ് അവർകളെ കേരള ട്രാവൽ മാർട്ട് 2026 സംബന്ധിച്ച ഒരുക്കങ്ങൾ വിവരിക്കുന്നതിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ ജോസ് പ്രദീപ്, നമ്മുടെ ടൂറിസം സെക്രട്ടറി ശ്രീ K ബിജു IAS, ഡയറക്ടർ ശ്രീമതി അഞ്ജന IAS, ശ്രീമതി ധന്യ സുരേഷ്, വൈസ് പ്രസിഡന്റ് ഹരികുമാർ, സെക്രട്ടറി സ്വാമിനാഥൻ, ശ്രീ EM നജീബ്, ശ്രീ ബേബി മാത്യു, ശ്രീ എബ്രഹാം ജോർജ്, ശ്രീ ജിബ്രാൻ അസീഫ്, ജോബിൻ തുടങ്ങി
KTMന്റെ ഭാരവാഹികൾ, ഏറ്റവും ബഹുമാന്യരായ മാധ്യമ സ്നേഹിതരെ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ടൂറിസം കേരളത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. കേരളത്തിൻ്റെ ടൂറിസം മേഖലയെ സംബന്ധിച്ചിടത്തോളം KTM വളരെ പ്രധാനപ്പെട്ട ഒരു ഇവൻ്റാണ്. അത് ഇവിടെ പ്രസിഡന്റ് ഈ എഡീഷനെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ പറയുകയുണ്ടായി. 13ാമത് കേരള ട്രാവൽ മാർട്ട് സെപ്റ്റംബർ 24 മുതൽ 27 വരെ കൊച്ചിയിൽ നടത്താൻ തീരുമാനിച്ച വിവരം നിങ്ങളെ അറിയിക്കുന്നു. 75 രാജ്യങ്ങളിൽ നിന്നും 610 അന്തർദേശീയ രജിസ്ട്രേഷനുകളും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും 1750 ആഭ്യന്തര രജിസ്ട്രേഷനുകളും ഇപ്പോൾ തന്നെ ഉണ്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ കേരള ട്രാവൽ മാർട്ടിന് എല്ലാ കാലത്തും കേരളത്തിൻ്റെ ടൂറിസം മേഖലയിൽ കേരളത്തെ ലോകത്തിൻ്റെ മുൻപിൽ വളരെ മനോഹരമായി അവതരിപ്പിക്കുന്നതിന് വലിയ പങ്ക് ഉണ്ടായിരുന്നു. ആ പ്രാധാന്യത്തോടു കൂടി ഇനിയും അത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് ടൂറിസം മേഖലയിലെ വിവിധ സ്റ്റേക്ക് ഹോൾഡർമാർ, ആഭ്യന്തര വിദേശ ടൂർ ഓപ്പറേറ്റർമാർ, ഹോട്ടലുകൾ, ട്രാൻസ്പോർട്ട് ഓപ്പറേറ്റർമാർ, MIC പ്ലാനർമാർ, വെൽനസ് സേവനദാതാക്കൾ, എക്സ്പീരിയൻഷ്യൽ ടൂറിസത്തിൻ്റെ പങ്കാളികൾ, ഇവരെല്ലാം ഒറ്റ വേദിയിൽ ഒരുമിച്ച് കൊണ്ടുവരിക എന്നുള്ള വലിയ ഒരു ദൗത്യമാണ് KTM വളരെ വിജയകരമായി ഈ 12 എഡീഷനിലും നിർവഹിച്ചിട്ടുള്ളത്. അതിന് എല്ലാ മാധ്യമ സ്നേഹിതന്മാരുടെയും പിന്തുണ ഞങ്ങൾ ഈ അവസരത്തിൽ KTM കേരള ഗവൺമെൻറ്റിൻ്റെയും പേരിൽ, ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പേരിൽ അഭ്യർത്ഥിക്കുകയാണ്. വിദേശ മാധ്യമ പ്രവർത്തകരും നാഷണൽ മീഡിയയുടെ മാധ്യമ സുഹൃത്തുക്കളും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വേണ്ടി പ്രത്യേക മീഡിയ സെൻറ്ററും അവിടെ KTMൻ്റെ ഭാഗമായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ ദേശത്തും വിദേശത്തും ഒക്കെയായി കേരളത്തിൻ്റെ ടൂറിസത്തിൻ്റെ പുതിയ സാധ്യതകളെ, പുതിയ പ്രോഡക്റ്റുകളെ അത് ഇവരോട് വിശദീകരിക്കേണ്ടായി. ഇപ്പോൾ MIC അതുപോലെ വെൽനസ് പഴയതാണ്, നമുക്ക് വലിയ കുത്തകയുള്ള മേഖലയാണ്. ആയുർവേദമാണെങ്കിലും വെൽനസ് ടൂറിസം ആണെങ്കിലും അതിനെ കുറച്ചും കൂടി ആകർഷകമായി ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് ഡിപ്പാർട്ട്മെൻറ്റും തീരുമാനിച്ചിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് റീബ്രാൻഡ് ചെയ്യാൻ, നമ്മുടെ വെൽനസ് ടൂറിസത്തെ, ആയുർവേദത്തെയൊക്കെ ഒന്നുകൂടി ഒന്ന് റീബ്രാൻഡ് ചെയ്യാൻ, ഈ ഗോഡ്സ് ഓൺ കൺട്രി എന്നുള്ളത് ഒന്നുകൂടി വളരെ നേരത്തെ നമുക്ക് ഇക്കാര്യത്തിൽ ഒരു വലിയ ഒരു ആധികാരികമായ മുൻതൂക്കമുണ്ട്. പക്ഷെ അതുണ്ട് എന്ന് മാത്രം പറഞ്ഞ് നമ്മൾ ഇരുന്നിട്ട് കാര്യമില്ല. പുതിയ കോമ്പറ്റീഷൻസ് ഉണ്ട്. നമ്മൾ ഈ കേരളം മത്സരിക്കുന്നത് രാജ്യങ്ങളുമായിട്ടാണ്, സംസ്ഥാനങ്ങളുമായിട്ടല്ല. ലോകത്തെ വിവിധ രാജ്യങ്ങളുമായിട്ടാണ് ടൂറിസം മേഖലയിൽ നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ആധികാരികത ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നാൽ ചിലപ്പോൾ നമ്മൾ പിന്തള്ളി പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒന്നുകൂടി അതിനെ റീബ്രാൻഡ് ചെയ്യുന്നതിനുള്ള ഒരു അവസരമായിട്ട് കൂടി ഡിപ്പാർട്ട്മെൻറ്റ്, ഗവൺമെൻറ് KTMനെ കാണുകയാണ്. അതേപോലെ തന്നെ നമ്മൾ റെസ്പോൺസിബിൾ ടൂറിസത്തിനും അപ്പുറത്തേക്ക് സസ്റ്റൈനബിൾ ടൂറിസത്തിൻ്റെ മേഖലയിലേക്ക് കടക്കുന്നു. ഹോം സ്റ്റേസിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. ബാക്ക് വാട്ടർ ടൂറിസവും അങ്ങനെ നിലവിലുള്ള പ്രോഡക്റ്റുകളുടെ കൂടെ തന്നെ നമ്മൾ നവീനമായ പുതിയ പ്രോഡക്റ്റുകളും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ലോകത്തെ നമ്മൾ ഇനി എത്താത്ത രാജ്യങ്ങളിലേക്കും നമ്മുടെ മാർക്കറ്റിംഗ് എത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഈ മേഖലയിലുള്ള ഏറ്റവും പരിണിതപ്രജ്ഞരായ, അനുഭവസമ്പന്നരായിട്ടുള്ള ആളുകളാണ് ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ അവരുടെ എല്ലാ സഹായത്തോടു കൂടി അത് നിർവഹിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ടൂറിസത്തിന് ഈ വർഷം ബജറ്റിൽ കൂടി നമ്മൾ വ്യവസായത്തിന് ലഭിക്കുന്ന എല്ലാ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഇൻഡസ്ട്രി സ്റ്റാറ്റസിലേക്ക് കൊണ്ടുവരികയാണ്. ആദ്യ മീറ്റിങ്ങിൽ തന്നെ ഈ മേഖലയിലുള്ളവരുടെ എല്ലാം ആവശ്യമായിരുന്നു. ആദ്യ ബജറ്റിൽ തന്നെ നമ്മളത് അംഗീകരിച്ചിട്ടുണ്ട്. എൻ്റെ ഒപ്പം ടൂറിസം സെക്രട്ടറി ഉണ്ട്, ഡയറക്ടറുണ്ട്, അഡീഷണൽ ഡയറക്ടറുണ്ട്. ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ് അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് അടിയന്തരമായി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം വരും ദിവസങ്ങളിൽ നിങ്ങളെ അറിയിക്കും. അതിനുള്ള മീറ്റിങ്ങുകളും ഡ്രാഫ്റ്റും ഒക്കെ തയ്യാറായി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് അതിന് ഇപ്പം പറയാൻ കഴിയാത്തത്. അത് പക്ഷേ അധികം വൈകാതെ തന്നെ അത് മീഡിയയിൽ കൂടി തന്നെ
അറിയിക്കും. അതിനു മുമ്പ് ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടുള്ള 1-2 മീറ്റിങ്ങുകളിലൂടെ ഞങ്ങൾ അത് ഫൈനലൈസ് ചെയ്യുന്നതിന് മുമ്പ് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ എടുത്തതിന് ശേഷമാണ് ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റും ഗവൺമെൻറ്റും അതിലേക്ക് അവസാനമായിട്ട് കടക്കുന്നത് എന്നാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അതുകൊണ്ട് ഇത് KTMനെ നിങ്ങളുടെ എല്ലാവരുടെയും സഹായം, കേരളത്തിലെ മാധ്യമ സ്നേഹിതരുടെ, നാഷണൽ മീഡിയയുടെ, ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്ന മാധ്യമ സുഹൃത്തുക്കളുടെ എല്ലാവരുടെയും പ്രത്യേകമായ സഹായം, പിന്തുണ ഞങ്ങൾ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സെപ്റ്റംബർ 24-ന് കൊച്ചിയിൽ ഇതിൻ്റെ ഗ്രാൻഡ് ഹയാത്ത് ബോൾഗാട്ടിയിൽ 24-ാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ ഈ 13ാമത്തെ എഡിഷൻ ഉദ്ഘാടനം ചെയ്യും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും എല്ലാം ഇവിടെ KTMൻ്റെ ഭാരവാഹികൾ പറഞ്ഞിട്ടുണ്ട്. ഇനി സംശയമുള്ളത് അവർ കൂടുതൽ അവരാണ് എക്സ്പ്ലെയിൻ ചെയ്യും. ഒരിക്കൽ കൂടി നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസം ഇവൻറ്റുകളിൽ ഒന്നായ KTMന്, സംസ്ഥാന സർക്കാരിനും KTMൻ്റെ ഭാരവാഹികൾക്ക് വേണ്ടിയിട്ട് അഭ്യർത്ഥിക്കുന്നു. പ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രി, കൾച്ചർ വകുപ്പ് മന്ത്രി ശ്രീ PC വിശ്വനാഥ് അവർകളെ, ബഹുമാനപ്പെട്ട ടൂറിസം ഡയറക്ടർ അഞ്ജന, അഡീഷണൽ ഡയറക്ടർ ശ്രീ ധന്യ, KTMൻ്റെ പ്രസിഡന്റ് ശ്രീ പ്രദീപ്, ശ്രീ സ്വാമിനാഥൻ, മറ്റ് വിശിഷ്ട ഭാരവാഹികളെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മാധ്യമ സുഹൃത്തുക്കളെ, നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ 2000-ൽ ആരംഭിച്ച KTM ഒരു യുണീക്കായിട്ടുള്ളൊരു പാർട്ട്ണർഷിപ്പാണ്. വേറെ ഏത് വകുപ്പിലും ഇത്തരത്തിലുള്ളൊരു പാർട്ട്ണർഷിപ്പ് ഇല്ല. വേറെ ഇൻഡസ്ട്രിയൽ മോഡലുകളുണ്ട് സിയാൽ പോലെ, പക്ഷേ ടൂറിസത്തിനെ സംബന്ധിച്ചോളം ഒരു നല്ലൊരു പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പാണ് ഈ സൊസൈറ്റി രൂപം കൊടുത്ത് 2000-ലാണ്. പക്ഷെ അതേ തുടർന്ന് ഇത് 13ാമത്തെ എഡിഷനാണ് കേരള ട്രാവൽ മാർട്ടിൻ്റെ ഒരു സംരംഭം. അതുപോലെ തന്നെ 2026-ൽ ഫ്രം സെപ്റ്റംബർ 24 to 27 ആണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഗ്ലോബൽ ട്രാവൽ മാർട്ടല്ല, ഗ്ലോബൽ ആയിട്ടുള്ള ട്രേഡ് ഫെയറുകളിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എല്ലാ രാജ്യങ്ങളും കോമ്പറ്റിറ്റീവ് ആയിട്ടാണ് അവരുടെ മാർക്കറ്റിംഗ് എഫേർട്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചെറിയൊരു രാജ്യം ശ്രീലങ്ക തന്നെ അവരുടെ ഒരു മാർക്കറ്റിംഗ് സ്റ്റോൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം ടൂറിസത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ആ രീതിയിലാണ് ഇൻഡസ്ട്രിയുടെ ഒരു വലിയൊരു പങ്കാളിത്തത്തോടു കൂടിയാണ് KTM എന്ന് പറയുന്ന ഈ സംരംഭം നമ്മൾ ആരംഭിച്ചത്. തീർച്ചയായിട്ടും ഇതൊരു ഗ്ലോബൽ ട്രേഡ് ഫെയർ പോലെ ഒരു സംരംഭം കൂടിയായിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കണം. നോട്ട് ഓൺലി എ ട്രാവൽ മാർട്ട്, ഒരു ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ഇവിടെ വന്ന് ഈ ട്രാവൽ അല്ലെങ്കിൽ ട്രേഡ് ഫെയറിൽ പങ്കെടുക്കുന്ന ഒരു രീതിയിൽ നമ്മൾ കേരള ട്രാവൽ മാർട്ടിൻ്റെ ഒരു അടുത്ത എഡിഷൻ നമുക്ക് മാറ്റാൻ സാധിക്കണം. അതുവഴി ഇന്ത്യനകത്തുള്ള ബിസിനസ് സംരംഭങ്ങൾ, അതുപോലെ തന്നെ ടൂർ ഓപ്പറേറ്റേഴ്സ്, വിദേശത്തുള്ളത് ഒരു ആനുവൽ കലണ്ടർ ഇവൻ്റ് ആയിട്ട് നമുക്ക് മാറ്റുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കുന്നതാണ് എനിക്കിവിടെ അഭ്യർത്ഥിക്കാനുള്ളത്. തീർച്ചയായിട്ടും എല്ലാവരും ഇതിനകത്ത് സഹകരിക്കണം. ഈ ട്രാവൽ മാർട്ടിൻ്റെ എഡിഷൻ നല്ലൊരു വലിയ സക്സസ് ആയിട്ട് മാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട ടൂറിസം കൾച്ചർ വകുപ്പ് മന്ത്രി, ബഹുമാനപ്പെട്ട ടൂറിസം വകുപ്പ് സെക്രട്ടറി, KTM പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, മുൻ ഭാരവാഹികൾ, നിലവിലെ ഭാരവാഹികൾ, ഇവിടെ ക്ഷണ സ്വീകരിച്ചിരിക്കുന്ന എല്ലാ മാധ്യമപ്രവർത്തകർക്കും നമസ്കാരം. KTM 13ാമത്തെ എഡിഷനെ കുറിച്ച് ഇവിടെ വിവരിക്കുകയുണ്ടായി. ഏറ്റവും നല്ല രീതിയിൽ നമ്മളുടെ ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും ഈ KTM ഒരുക്കുന്ന അവസരം മാർക്കറ്റിൽ എന്ത് ട്രെൻഡാണ് അല്ലെങ്കിൽ എന്താണ് ഡിമാൻഡ് എന്ന് അറിയാനുള്ള ഒരു അവസരമാണ് ഈ KTM പോലുള്ള ഒരു വേദി. അതിലേക്ക് നമ്മൾക്ക് കേരള സംസ്ഥാന ടൂറിസത്തിന് ഓഫർ ചെയ്യാനുള്ളത് എന്താണെന്നും നമ്മൾക്കിവിടെ അറിയിക്കാൻ സാധിക്കും. ഇതിൽ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും, ഹോട്ടൽസ്, റിസോർട്ട്സ്, ഹോം സ്റ്റേസ്, ട്രാവൽ ആൻഡ് ടൂർ ഓപ്പറേറ്റേഴ്സ് എല്ലാവർക്കും ഈ വേദിയിൽ പങ്കെടുക്കാൻ സക്സസ്ഫുള്ളായിട്ട് കൊണ്ടുപോകാനും ഉള്ള ഒരു ഇക്കോസിസ്റ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ് വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ചുമതല. അതുപോലെ തന്നെ ഇത് ഏറ്റവും നല്ല രീതിയിൽ സക്സസ്ഫുൾ ആവാനും എല്ലാ മാധ്യമപ്രവർത്തകരുടെയും ഏറ്റവും അധികം ആളുകളിലേക്ക് ഇത് എത്തിച്ചേരുവാനുള്ള ഒരു പ്രയത്നം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. മീഡിയ കമ്മിറ്റി ചെയർമാൻ, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, മാധ്യമ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ചെയ്തിരിക്കുന്ന ചില അറേഞ്ച്മെന്റ്സിനെ കുറിച്ച് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മീഡിയ കമ്മിറ്റി ചെയർമാൻ എന്നതിലും മുൻ ഇമ്മീഡിയറ്റ് പാസ്റ്റ് പ്രസിഡന്റ് എന്നതിലും ശരിക്കും പറഞ്ഞാൽ ഗോഡ്സ് ഓൺ കൺട്രിയായി മാറിയതും
കേരളം ഇന്ത്യയിലെ ഒന്നാമത്തെ ടൂറിസം ഡെസ്റ്റിനേഷനായി മാറിയതും പല മാർട്ടുകളിലും, ഇൻ്റർനാഷണൽ മാർട്ടുകളിലും ഡൊമസ്റ്റിക് മാർട്ടുകളിലും കേരളത്തിലെ ടൂറിസം മന്ത്രി, മറ്റ് സെക്രട്ടറി, ഡയറക്ടേഴ്സ്, അങ്ങനെ ഓഫീസേഴ്സ് വിവിധ കാലഘട്ടങ്ങളിൽ സഞ്ചരിച്ച്, വിവിധ രാജ്യങ്ങളിൽ സഞ്ചരിച്ച് അതിൽ പങ്കെടുത്തതുകൊണ്ടാണ്. അതിൽ ആ യാത്രയുടെ ഒപ്പം എല്ലാ രാജ്യത്തു നിന്നും എല്ലാ സ്റ്റേറ്റിൽ നിന്നുമുള്ള മീഡിയ പ്രവർത്തകരെ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തിരുന്നു. അങ്ങനെ കേരളത്തിൽ വിവിധ കാലഘട്ടങ്ങളിലായി ഇൻ്റർനാഷണൽ മീഡിയയും ഡൊമസ്റ്റിക് മീഡിയയും, അതിൽ വിഷ്വൽ മീഡിയ ഉണ്ട്, അതിൽ ന്യൂസ് പേപ്പറുണ്ട്, വെൽനസ് മാഗസിൻസ് ഉണ്ട്, ഇങ്ങനെ വിവിധ മേഖലകളിലുള്ള മീഡിയയെ കേരളത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് വഴി ഇപ്പോൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സോഷ്യൽ മീഡിയ കൂടി ഇൻവൈറ്റ് ചെയ്തു. അങ്ങനെ ധാരാളം സോഷ്യൽ മീഡിയ, ധാരാളം ബ്ലോഗേഴ്സ് നമ്മൾ ഇൻവൈറ്റ് ചെയ്ത്, KTM ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുവന്ന് അങ്ങനെയാണ് കേരള ടൂറിസം ഗോഡ്സ് ഓൺ കൺട്രി ഇന്ന് ലോകത്ത് ഇത്രയധികം അറിയപ്പെടുന്നത്. ലോകത്ത് എവിടെ പോയാലും ഇന്ത്യയിൽ പറഞ്ഞ കേരളം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഞങ്ങളെല്ലാം ഒത്തിരി ഇന്റർനാഷണൽ എക്സിബിഷന് പോകുന്നതാണ്. അതുകൊണ്ട് എനിക്കുള്ള റിക്വസ്റ്റ്, നിങ്ങൾക്കായി ഒത്തിരി അറേഞ്ച്മെന്റ്സ് അവർ ചെയ്തിട്ടുണ്ട്. അവർ മീഡിയ സെല്ലുണ്ട്, വളരെ സൗകര്യമുള്ള മീഡിയ സെല്ല്, എല്ലാ സംവിധാനമുള്ള മീഡിയ സെല്ല് അവിടെ ഉണ്ട്. നിങ്ങൾക്ക് അങ്ങോട്ട് വരാനുള്ള സംവിധാനം വേണമെങ്കിൽ, യാത്ര ചെയ്ത് വരാനുള്ള സംവിധാനം വേണമെങ്കിൽ അതും അവിടെ ഉണ്ട്. നിങ്ങൾക്ക് അവിടെ അക്കോമഡേഷൻ വേണമെങ്കിൽ അതുമുണ്ട്. മറ്റെല്ലാ സൗകര്യങ്ങളും KTM അറേഞ്ച് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ വരണം, നിങ്ങളുടെ സുഹൃത്തുക്കളെ വരണം. വരിക എന്നുള്ളത് മാത്രമല്ല, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ പല പ്രശ്നങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. യുദ്ധം, പാൻഡമിക്, അങ്ങനെ പല ഇഷ്യൂസിലൂടെ നമ്മൾ പോവുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും മീഡിയ കേരളത്തിൻ്റെ നല്ല കാര്യങ്ങൾ, ടൂറിസം നല്ല കാര്യങ്ങൾ നിങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. ഗീതമായ നമസ്കാരം. KTMനെ പറ്റി വളരെ വിശദമായി ബഹുമാനപ്പെട്ട മന്ത്രിയും സെക്രട്ടറിയും ഡയറക്ടറും പ്രസിഡൻറ്റും വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് പറയാനുള്ളത് രണ്ട് കാര്യങ്ങളാണ്. കേരളത്തിലെ ടൂറിസം ഇൻഡസ്ട്രി വളരെയധികം സന്തോഷത്തിലാണ്. സന്തോഷം പ്രധാനമായിട്ട് കേരളത്തിലെ ടൂറിസം വ്യവസായമായി ഈ ഗവൺമെൻറ് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ പ്രത്യേക താല്പര്യപ്രകാരം, മുഖ്യമന്ത്രിയുടെ പ്രത്യേക താല്പര്യപ്രകാരം ഡിക്ലെയർ ചെയ്യുകയും അതിൻ്റെ ഫെസിലിറ്റീസ്, ഇൻഡസ്ട്രിക്കുള്ള എല്ലാ ഫെസിലിറ്റീസും നമുക്ക് തരും എന്ന് പറയുകയും ചെയ്തതാണ്. അതിനുള്ള സന്തോഷം KTMൻ്റെ പേരിലും മറ്റ് മുഴുവൻ സംഘടനകളുടെ പേരിലും ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രിയെ, ഗവൺമെൻറ്റിനെയും അറിയിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, നമുക്ക് നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലുള്ള ടൂറിസം രംഗത്ത് മന്ത്രിയും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ തന്നെ വളരെ ആക്റ്റീവായിട്ടാണ് നമ്മളോട്, ഇൻഡസ്ട്രിയോട് പെരുമാറിയിട്ടുള്ളത്. അതുകൊണ്ടാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പ് നമുക്ക് ബിൽഡ് ചെയ്യാൻ കഴിയുന്നത്. ടൂറിസം വ്യവസായത്തെ മനസ്സിലാക്കുകയും പ്രൈവറ്റ് സെക്ടറിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പ്രൈവറ്റ് സെക്ടറും ഗവൺമെൻറ്റും കൂടെ ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടാണ് ടൂറിസം വ്യവസായം കേരളത്തിൽ ഏറ്റവും ഉന്നതമായ നിലയിൽ എത്താൻ കഴിഞ്ഞിട്ടുള്ളത്. നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് വളരെ ഊർജ്ജസ്വലനായ, വളരെ ചെറുപ്പക്കാരനായ, വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ടൂറിസം മന്ത്രിയാണ്. സാധാരണഗതിയിൽ ടൂറിസം മന്ത്രി നമ്മൾ നോക്കിയാൽ, നേരത്തെ ടൂറിസം മന്ത്രി ടൂറിസവും ആഭ്യന്തരമായിരുന്നു കുറച്ച് നാൾ മുമ്പ്. ടൂറിസവും ദേവസ്വം ബോർഡും സഹകരണവുമായിട്ട് വന്നിട്ടുള്ള മന്ത്രിയുണ്ട്, ടൂറിസവും PWDയുമായിട്ട് മന്ത്രി വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഒരു പ്രത്യേകമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂറിസവും സാംസ്കാരിക വകുപ്പും ചേർന്നിട്ടൊരു മന്ത്രിയാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ചുകൂടെ കൃത്യമായ ഫോക്കസ് ടൂറിസത്തിന് നൽകാൻ കഴിയും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ഇൻട്രാക്ഷനിലെല്ലാം തന്നെ വളരെ സംതൃപ്തി ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. കാര്യം വളരെ പോസിറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഈ 5 വർഷം കൊണ്ട് ചെയ്ത് കേരളത്തിലെ ടൂറിസത്തെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഉന്നതമായ രീതിയിൽ എത്തിക്കാനുള്ള ദൃഢനിശ്ചയത്തോടു കൂടിയാണ് മന്ത്രിയും അദ്ദേഹത്തിൻ്റെ ഊർജ്ജസ്വലനായ സെക്രട്ടറി ശ്രീ ബിജു IASഉം അതുപോലെ തന്നെ ടൂറിസം ഡയറക്ടറും ടൂറിസം അഡീഷണൽ ഡയറക്ടറും ഒക്കെ തന്നെ വളരെ ഒരു ടീമായിട്ട് നമ്മുടെ കൂടെ വർക്ക് ചെയ്യാൻ തയ്യാറായി, വളരെ നേതൃത്വം നൽകാൻ തയ്യാറായി നിൽക്കുന്നത്. അതിനകത്തുള്ള സന്തോഷം കൂടെ അറിയിക്കുന്നു. കേരള ട്രാവൽ മാർട്ടിന് വേണ്ടി എല്ലാ പ്രാവശ്യവും അഭ്യർത്ഥിക്കുന്നത് പോലെ എല്ലാവിധ പിന്തുണയും ഉണ്ടാകണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ KTMനെ പറ്റിയും കേരള ടൂറിസത്തെ പറ്റിയൊക്കെ മന്ത്രിയും നേതാക്കളും എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ ഒപ്പീനിയന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. അതിന് 2 വാക്ക് മാത്രമേ എനിക്ക് സംസാരിക്കാനുള്ളൂ. കഴിഞ്ഞ 40 വർഷം കൊണ്ട് കേരള ടൂറിസം ഈ ലെവലിലേക്ക് എത്താനായിട്ട് ഗവൺമെൻറ്റും ഇൻഡസ്ട്രിയും ചേർന്ന് ഒരു കൂട്ടായ്മയിൽ പ്രവർത്തിച്ചു. ഇപ്പം നമുക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു വസ്തുത,
വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു കാഴ്ചപ്പാടിൽ വ്യക്തമായ പോളിസികളോട് കൂടി ഒരു നേതൃത്വം കൊടുക്കുന്ന ഒരു മന്ത്രി, ഇപ്പം തന്നെ പറഞ്ഞു മന്ത്രി റീബ്രാൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അത് ഈ കേരളത്തെ ടൂറിസത്തിനെ നെക്സ്റ്റ് ലെവലിലേക്ക് വളർത്താനായിട്ട് ഒരു ലീഡർഷിപ്പിലേക്ക് എടുത്തിരിക്കുന്ന മന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ ഇൻഡസ്ട്രി വളരെയധികം നേട്ടം കഴിയും. അതിൻ്റെ ഫസ്റ്റ് ഫേസ് ആയിരിക്കാം KTM, കാരണം നമുക്ക് പ്രസൻറ്റേഷൻ KTMലാണ്. അപ്പം ഈ അടുത്ത KTMലേക്ക് എല്ലാ തയ്യാറെടുപ്പിനും ബഹുമാനപ്പെട്ട മന്ത്രിയും ഗവൺമെൻറ്റും തരുന്ന സപ്പോർട്ടിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക് യു. അഡീഷണൽ ഡയറക്ടർ പുതിയ ഭാവത്തിലും പുതിയ രൂപത്തിലും പുതിയ KTM നിങ്ങൾക്ക് മുമ്പിൽ അവതരിക്കപ്പെടുകയാണ്. വളരെ പ്രതീക്ഷയോടെയാണ് ടൂറിസം വകുപ്പ് ഇതിനെ കാണുന്നത്. ഏതൊരു ഡെസ്റ്റിനേഷൻ്റെയും വളർച്ചയിലും തകർച്ചയിലും അവിടുത്തെ മീഡിയയ്ക്ക് വളരെ വലിയ പങ്കാണുള്ളത്. വിദേശത്തു നിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ആദ്യമായി യൂട്യൂബിൽ കേരളം ഡെസ്റ്റിനേഷൻ സെർച്ച് ചെയ്യുമ്പോൾ മീഡിയാസ് എങ്ങനെയാണ് ഈ ഡെസ്റ്റിനേഷനെ പറ്റി പറഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യം അവർ ഫസ്റ്റ് ചിന്തിക്കും. ഇൻ്റർനാഷണൽ ട്രാവൽ മാർട്ടിലൊക്കെ പോകുമ്പോഴും അവിടുത്തെ മീഡിയ ഓരോ ഡെസ്റ്റിനേഷനും കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. ഫോർ എക്സാമ്പിൾ, വയനാട് ചൂരൽമല ലാൻഡ് സ്ലൈഡ് വന്ന സമയത്ത് വയനാട് ഡിസാസ്റ്റർ എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ക്യാമ്പയിൻ പോയപ്പം വയനാടിനെ ടൂറിസം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നമ്മുടെ ഇവിടുത്തെ മീഡിയാസ് ആ ഒരു ക്യാമ്പയിൻ, അതായത് വയനാട് ടൂറിസം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നൽകിയ ക്യാമ്പയിനിന് വളരെയധികം സപ്പോർട്ടാണ് കേരള മീഡിയ ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും KTMൽ മീഡിയയുടെയും മറ്റ് എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും പുതിയ ഭാവത്തിൽ വരുന്ന KTM കേരള ടൂറിസത്തിൻ്റെ വിജയക്കൊടി ഇനിയും മുന്നോട്ടുള്ള നാളുകളിൽ കൂടുതൽ ശക്തമായി പാറാൻ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. പറയാൻ പറ്റും എങ്ങനെ ടൂറിസത്തിന് സഹായകരമാകും? ലോ ആൽക്കഹോൾ പോളിസി ടൂറിസത്തിന് ഗവൺമെന്റ് അതിനകത്ത് ഗവൺമെന്റിന്റെ ഒരു പോളിസി പൊതുവിൽ വരാൻ പോകുന്നുണ്ട്. അപ്പൊ അതെല്ലാം കൂടെ വന്നതിന് ശേഷം പറയേണ്ട ഒരു ആൻസറാണ്. ഞാൻ മാത്രമായി പറയാൻ കഴിയുന്ന ഒരു ഉത്തരവല്ല. അത് വരും ദിവസങ്ങളിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. കഴിഞ്ഞ ഗവൺമെന്റ് മദ്യവുമായി എടുത്ത എല്ലാ നയങ്ങളുടെ സമയത്തും ഈ ടൂറിസം ഡെവലപ്മെന്റിന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരുന്നത് കഴിഞ്ഞ ഗവൺമെന്റ്. നിങ്ങൾ പറഞ്ഞില്ല, അതിൽ പോളിസി ഉണ്ടാവും. പോളിസി ഈ ഗവൺമെന്റ് അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. അതിന് മുമ്പ് ഞാൻ എന്തെങ്കിലും പറയുന്നത് ശരിയല്ല. ഞാനായിട്ട് മാത്രം പറയേണ്ട കാര്യമല്ല. ഈ ടൂറിസം ഒരു വ്യവസായമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. മുമ്പും അങ്ങനെയുള്ള ചില തത്വത്തിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതിന് ഈ പ്രഖ്യാപനത്തിനപ്പുറത്തേക്ക് ഇതിന്റെ ഒരു ഫ്രെയിം വർക്ക് എന്താണെന്ന് തീരുമാനിച്ചിട്ടുണ്ടോ? കാരണം ഈ ഒന്ന് പോസിറ്റീവായി നമുക്ക് സബ്സിഡികളൊക്കെ ഉണ്ടാവും, പക്ഷെ നെഗറ്റീവായ ഒരു സൈഡ് ഈ KSEB വൈദ്യുതി ചാർജുകളൊക്കെ കൊമേഴ്സ്യൽ താരിഫിലേക്ക് മാറുന്ന പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ അതിന്റെ ഒരു ഫ്രെയിം വർക്ക് ആയിട്ടുണ്ടോ പ്രഖ്യാപനത്തിനപ്പുറത്തേക്ക്? അത് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ അതിന്റെ ഒരു ഫ്രെയിം വർക്ക് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗവൺമെന്റിന്റെ ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാകും. ഉണ്ടായതിന് ശേഷം സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് കൂടെ ഒരു മീറ്റിംഗ് എടുത്തതിന് ശേഷം അത് ഫൈനലാക്കാൻ ഉള്ളതാണ്. അതെന്തായാലും ഈ മാസം ആദ്യം തന്നെ അത് സംബന്ധിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ പറയാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ജൂലൈ ഫസ്റ്റ് വീക്കിൽ തന്നെ പറയാൻ പറ്റും. ഫൈനലായിട്ടല്ല, അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ജൂലൈ ഫസ്റ്റ് വീക്കിൽ തന്നെ പറയാൻ കഴിയും. ഡ്രാഫ്റ്റ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കുകയാണ്. അതിനുശേഷം പറയും. ഇപ്പം ജോജി പറഞ്ഞ പോലത്തെ ചില കാര്യങ്ങളെല്ലാം അതിൽ ഉൾക്കൊള്ളാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അനൗൺസ്മെൻറ്റിൻ്റെ കൂടെ തന്നെ CM പറഞ്ഞിട്ടുണ്ട്, വ്യവസായത്തിന് കിട്ടുന്ന സൗകര്യങ്ങൾ ടൂറിസം മേഖലയിലെ ഇൻവെസ്റ്റേഴ്സിന് ലഭിക്കാനുള്ള ഒരു നയം ഉണ്ട് എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് ചുവട് പിടിച്ചിട്ടായിരിക്കും നമ്മളിത് ഉണ്ടാക്കുന്നത്. അതെ. ബാംഗ്ലൂർ BIC ആണെങ്കിൽ അവിടുത്തെ ഇന്ത്യൻ മെഷീനറി ടൂൾസ് അസോസിയേഷനാണ് അത്തരത്തിലൊരു പ്രോജക്റ്റ് കൊണ്ടുവന്നത്. കൊഡീസിയ കോയമ്പത്തൂർ വലിയൊരു കൺസെൻ്ററാണ്, അതൊരു സ്മാൾ സ്കെയിൽ അസോസിയേഷനാണ്. അത്തരത്തിൽ കേരള ട്രാവൽ മാർട്ടിലൂടെ നമുക്ക് ഒരു കൺവെൻഷൻ സെൻറ്റർ, ഒരു പെർമനൻ്റ് ഒരു കൺവെൻഷൻ സെൻറ്ററിൽ ചെയ്യാൻ ഉള്ള പ്ലാനുണ്ട്. അതുപോലെ ഗവൺമെൻറ് അത്തരത്തിൽ വരുന്ന വർഷങ്ങളിൽ ലാർജ് സ്കെയിൽ കൺവെൻഷൻ സെൻറ്റേഴ്സ് പരമാവധി കൊണ്ടുവരാനുള്ള എന്തെങ്കിലും പദ്ധതി പ്ലാൻ ചെയ്യുന്നുണ്ടോ? തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മൈസ് ടൂറിസത്തിന് ഇപ്പം മൈസ് ടൂറിസം കഴിഞ്ഞ ഒരു വർഷം മുമ്പ് തന്നെ ഇവിടെ നടത്തിയ ഈ ഡെസ്റ്റിനേഷൻ മൈസ് കോൺക്ലേവ് തന്നെ പ്രത്യേകം നടത്തിയിരുന്നു, ഒരു സ്പെഷ്യൽ എഡീഷനായിട്ട്. അത് ഇനിയും വിപുലമായി നടത്താൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്, സെപ്പറേറ്റ് ആയിട്ട് തന്നെ. കാരണം അത് വലിയൊരു ഏരിയയാണ്. അതിന് പറഞ്ഞ പ്രധാനപ്പെട്ട പ്രശ്നം ഇതാണ്, ഒരു വലിയ
വെന്യൂ വേണമെന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ആലോചനയിലുണ്ട്. എയർപോർട്ടുകളുമായി ബന്ധപ്പെട്ട് തന്നെ അത് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് ആലോചിക്കുന്നത്. നമുക്ക് ഇപ്പോൾ നെടുമ്പാശ്ശേരിയിലടക്കം അതിനകത്ത് ഇനി ഉപയോഗിക്കപ്പെടാത്ത ഭൂമിയിൽ അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം പരിശോധനയിലാണ്. എയർപോർട്ടിൻ്റെ അടുത്താണെങ്കിൽ കുറച്ചുകൂടി അതിന് സൗകര്യം ഉണ്ടാകും എന്നുള്ള ഒരു ആലോചനയുടെ അടിസ്ഥാനത്തിലാണ്. ഡിസ്കഷനാണ്, നമുക്ക് പറയാം. ആലോചനയിലുണ്ട് നിർബന്ധമായിട്ട്. മിനിസ്റ്റർ, ഇനിയും എക്സ്പ്ലോർ ചെയ്യപ്പെടാത്ത ഒരുപാട് ടൂറിസം ഡെസ്റ്റിനേഷൻസ് നല്ല സ്ഥലങ്ങൾ കേരളത്തിലുണ്ട്. അത്തരം സ്ഥലങ്ങൾ ആളുകൾക്ക് അനുഭവഭേദ്യമാക്കുന്നതിനുള്ള എന്തെങ്കിലും പദ്ധതികൾ ഇപ്പോൾ മനസ്സിലുണ്ടോ? ഉണ്ട്. അതായത് പറഞ്ഞില്ലേ, ഇവിടെ ഇരിക്കുന്നവർക്കെല്ലാം ഞാനാണ് ഇതിനകത്ത് ടൂറിസത്തിലെ പുതിയ ആള്, ഇവരെല്ലാം പഴയ ആളുകളാണ്. സെക്രട്ടറിയും പഴയ സെക്രട്ടറി അനുഭവമുണ്ട്. എന്നാലും ഞാനൊരു പുതിയ ആളാണെങ്കിലും 1 മാസം കൊണ്ട് മനസ്സിലാക്കിയ ഒരു കാര്യം, ഇപ്പം ആളുകൾ സ്ഥലം കാണാനായി വരുന്ന ടൂറിസ്റ്റുകൾ അല്ല, എക്സ്പീരിയൻഷ്യൽ ടൂറിസത്തിൻ്റെ ഒരു കാലമാണ്. യഥാർത്ഥത്തിൽ കേരളത്തിൽ അതിനുള്ള സ്ഥലങ്ങൾ, അതിനുള്ള സാധ്യതകൾ ഇനിയും എക്സ്പ്ലോർ ചെയ്യാത്ത ഇപ്പോൾ പറഞ്ഞ ഏരിയകൾ ഒരുപാടുണ്ട്. തീർച്ചയായും അതിനൊരു ഫോക്കസ് ഉണ്ടാകും. അപ്പം ഇപ്പോൾ സെക്രട്ടറി ഇപ്പോൾ എന്നോട് പറയായിരുന്നു, ഞാനത് KTM-ൽ തന്നെ നമ്മളൊരു സ്ഥലത്ത് നമ്മുടെ കേരള കലകൾ വരുന്ന ടൂറിസ്റ്റുകൾക്ക് അത് അനുഭവിക്കാൻ, ആസ്വദിക്കാൻ എന്നുള്ളതല്ല, അനുഭവിക്കാനുള്ള ഒരു പ്രത്യേക ഇടം ഒരുക്കും. കാരണം അത്രയും വൈവിധ്യമായ സമ്പന്നമായ ഒരു കലാപാരമ്പര്യം നമുക്കുണ്ട്. അപ്പോൾ അതെല്ലാം അവർക്ക് അനുഭവിക്കാൻ കഴിയും. ടൂറിസം തന്നെ നമ്മൾ ആലോചിക്കുന്നത്, ടൂറിസത്തിൻ്റെ കേരളത്തിലെ ഒരു വർഷത്തെ വാർഷിക കലണ്ടർ തയ്യാറാക്കുമ്പോൾ അതിനകത്ത് ഇപ്പോൾ കണ്ണൂർ ഈ ഒക്ടോബർ, നവംബർ, ഡിസംബറിലാണ് തെയ്യം, 3 മാസമുണ്ട്. അപ്പം നമ്മൾ ടൂറിസം കലണ്ടറിൽ നിങ്ങൾ ഒക്ടോബറിൽ കേരളത്തിൽ വരുന്നു, നിങ്ങൾക്ക് തെയ്യം അനുഭവിക്കാം. നിങ്ങൾ നീലമ്പേരൂർ പടയണിയുണ്ട്, കടമ്മനിട്ട പടയണിയുണ്ട്, എലന്തൂർ പടയണിയുണ്ട്. അത് ഓരോ മാസങ്ങളിലാണ്. നിങ്ങൾ ഈ മാസങ്ങളിൽ വരികയാണെങ്കിൽ അത് അനുഭവിക്കാം. നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ പ്രൊമോഷനിൽ വള്ളസദ്യയെക്കുറിച്ചാണ് പറയുന്നത്. കാരണം നിങ്ങൾക്ക് ഇങ്ങനെ പാട്ട് പാടി വിഭവം ചോദിച്ചാൽ ആ പാടുന്ന പാട്ടിനനുസരിച്ചുള്ള വിഭവം കൊണ്ട് കൊടുക്കുന്ന 63 ഇനമുള്ള വള്ളസദ്യ ലോകത്ത് എവിടെ പോയാൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. അപ്പോൾ വള്ളസദ്യ നിങ്ങൾ ഈ ദിവസങ്ങളിൽ 19-ാം തീയതി മുതൽ ആറന്മുളയിൽ വള്ളസദ്യ തുടങ്ങണം. 1 മാസമുണ്ട്. ഈ 1 മാസത്തിനിടയിൽ കേരളത്തിൽ വരുന്ന ഒരാൾക്ക് വള്ളസദ്യ കാണാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് ഉദാഹരണം 2-3 കാര്യം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ ഒരു വർഷത്തെ ടൂറിസത്തിൻ്റെ വാർഷിക കലണ്ടറിൽ തന്നെ ഇതുണ്ടാകും. ഈ വർഷത്തെ തിരുവനന്തപുരത്തെ ഓണാഘോഷം മുതൽ ആ മാറ്റം നമ്മൾ വരുത്താൻ വേണ്ടിയിട്ട് ചെറിയ പരിശ്രമം നടത്തുകയാണ്. നേരത്തെ ടൂറിസം വീക്കായിരുന്നു, പിന്നെ ഓണം വീക്കായിരുന്നു. വീണ്ടും നമ്മൾ ഓണവും ടൂറിസവും കളയാതെ ഓണം ടൂറിസം വീക്ക് ആക്കുക എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ ഈ അവസരത്തിൽ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. ഓണം ടൂറിസം വീക്ക് സെലിബ്രേഷൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ ചേഞ്ച് ഈ ഓണം വാരാഘോഷം മുതൽ തന്നെ തുടങ്ങാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. കാരണം നമുക്ക് കോമ്പറ്റീഷൻ ഇല്ലാത്ത മേഖലകളാണ് ഇതൊക്കെ. നമ്മുടെ വള്ളസദ്യ ആണെങ്കിലും, നമ്മുടെ പള്ളിയോടങ്ങളാണെങ്കിലും, നമ്മുടെ ചുണ്ടൻ വള്ളങ്ങളാണെങ്കിലും അതിനൊന്നും ലോകത്ത് ആ നിലയിൽ ഒരു മത്സരമൊന്നുമില്ല. അപ്പം നമുക്ക് കോമ്പറ്റീഷൻ ഇല്ലാത്ത സ്ഥലങ്ങളെ മാക്സിമം നമ്മൾ പൊട്ടിക്കുക, നമുക്ക് പരമാവധി ആളുകളെ എവിടേക്ക് ആകർഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു. മിസ്റ്റർ, വേറൊരു കാര്യം, ഇപ്പോൾ ഈ ബജറ്റിൽ ബ്രാൻഡ് കേരളം എന്ന് പറഞ്ഞിട്ടൊരു ഇത് വന്നിട്ടുണ്ട്, ഒരു പ്രഖ്യാപനം വന്നിട്ടുണ്ട് കേരളത്തിലെ. അതിൽ പറയുന്നത് ഈ സ്പൈസസ് പോലെയുള്ള സാധനങ്ങൾ ബ്രാൻഡ് ചെയ്യുന്ന രീതിയിലാണ്. പക്ഷേ ഈ നമ്മുടെ ടൂറിസം, നമ്മളിപ്പോൾ ഏത് വിദേശ രാജ്യത്ത് പോയാലും അവരുടെ ഒരു എത്നിക്കായ ഒരു സംഗതി, ഒരു സുവനീറോ അല്ലെങ്കിൽ അതുണ്ടാവും. പക്ഷെ കേരളത്തിൽ വരുമ്പോൾ നമുക്ക് ഒരു ആറന്മുള കണ്ണാടിക്ക് അപ്പുറത്തേക്ക് നമുക്ക് പറയാവുന്ന ഒരു സാധനമില്ല. അപ്പോൾ ഈ ബ്രാൻഡ് കേരളം എന്നുള്ള അതിൻ്റെ അണ്ടറിൽ നമുക്ക് അത്തരം എത്നിക് ഫുഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ ഹാൻഡിക്രാഫ്റ്റ്സ് ആയിക്കോട്ടെ, അങ്ങനെ ഒരു സംഗതി ആലോചിക്കുന്നുണ്ടോ? തീർച്ചയായും ആലോചിക്കാം. അത് ചെയ്യാവുന്നതാണ്. നമുക്ക് അങ്ങനെയുള്ള ഒത്തിരി ഉണ്ട് അങ്ങനെ കാണിക്കാൻ പറ്റുന്നത്. ആറന്മുള കണ്ണാടി, ഓക്കെ, ആറന്മുള കണ്ണാടിക്കും ഈ ബജറ്റിൽ നമ്മൾ പ്രത്യേകമായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആറന്മുള കണ്ണാടി പോലെ തന്നെ ഒരുപാട് വൈവിധ്യമായ കാണിക്കാവുന്ന കാര്യങ്ങളുണ്ട്. ബ്രാൻഡ് കേരളത്തോടൊപ്പം തന്നെ അതിനകത്തൊരു ബ്രാൻഡ് വയനാട് നമ്മൾ പറഞ്ഞത് നേരത്തെ അഡീഷണൽ സെക്രട്ടറി പറഞ്ഞപ്പോൾ പറഞ്ഞു. ചൂരൽമലയ്ക്ക് ശേഷം വയനാട്ടിലേക്ക് വരുന്നത് അത്ര സേഫ് അല്ല എന്ന തലത്തിലൊക്കെയുള്ള ചില പ്രചരണങ്ങളൊക്കെ ഉണ്ടായ സമയത്താണ് നമ്മളൊന്ന് ബ്രാൻഡ് വയനാട് എന്ന് പറഞ്ഞിട്ട് പ്രത്യേകമായിട്ട് ഇവിടെ പറഞ്ഞത്. കാരണം അല്ലെങ്കിൽ അവിടേക്ക് ആളുകളെ എത്തിക്കുന്നതിന് ചെറിയ തടസ്സം ഉണ്ടായതുകൊണ്ടാണ്. തീർച്ചയായും ജോജി പറഞ്ഞ പോലെ നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ, ബ്രാൻഡ് കേരള, അത് ഞാൻ നേരത്തെ എടുത്തു പറഞ്ഞത് അതുകൊണ്ടാണ്.
നമുക്ക് നല്ല പൊസിഷൻ ഉണ്ട്. പക്ഷെ അതിനെ നമ്മൾ കൂടുതൽ ഒന്ന് ഈ ഗോഡ്സ് ഓൺ കൺട്രി തന്നെ ഒന്ന് റീബ്രാൻഡ് ചെയ്ത് ഈ വരുന്ന ഒരു വർഷം അവതരിപ്പിക്കാനുള്ള, മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു മനഃപൂർവ്വമായ പരിശ്രമം കേരള ഗവൺമെന്റിൽ നിന്നും ടൂറിസം ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഉണ്ടാകും. അതാണൊരു സാക്ഷാത്കരിക്കുമോ? അത് ആലോചിച്ച് പറയേണ്ടതാണ്. പക്ഷേ അത് ഏവിയേഷൻ സെക്ടറുമായിട്ടും ഒന്നും ആലോചിച്ച് ചെയ്യേണ്ടതാണ്. ആ സഹായം നമ്മൾ കൊടുക്കേണ്ടി വരും. നമുക്ക് അത്ര ഒരു സാമ്പത്തികമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. ചില സംസ്ഥാനങ്ങളൊക്കെ അവർ ചില സബ്സിഡീസ് ഒക്കെ കൊടുക്കുന്നുണ്ട്, നമുക്കൊന്നും പറ്റില്ല. അത് അങ്ങനത്തെ ഒരു സാമ്പത്തിക അവസ്ഥയിലേക്ക് വരുമ്പോൾ തീർച്ചയായും നമുക്ക് ആലോചിക്കാവുന്ന കാര്യമാണ്. ടൂറിസമൊക്കെ ഒന്ന് പുഷ്ടിപ്പെട്ട് അങ്ങനത്തെ ഒരു സാമ്പത്തിക അവസ്ഥയിലേക്ക് നമ്മൾ എത്തട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ഈ കോവളം, ബേക്കൽ ജലപാത, അതുപോലെ വിഴിഞ്ഞം ക്രൂസ് ടൂറിസം സാധ്യതകൾ, ഇതിനെപ്പറ്റി സർക്കാരിൻ്റെ ശ്രദ്ധയിൽ എന്തെങ്കിലും? അല്ല, ക്രൂസ് ടൂറിസത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ പോളിസി ഉണ്ട്. ആ കാര്യങ്ങളിലേക്ക് ബാക്കി നടപടി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ക്രൂസ് ടൂറിസം നമുക്ക് നല്ല ഒരു മേഖലയാണ്, നല്ല സാധ്യതയാണ്. അത് നമ്മൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്താനുള്ള പോളിസി ഉണ്ട്. അതിൻ്റെ ബാക്കി നടപടിക്രമങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ വെസ്റ്റ് ഏഷ്യയിലെ ഈ ടെൻഷനൊക്കെ ഇവിടെ എങ്ങനെയും ബാധിച്ചിട്ടുണ്ടോ ടൂറിസം ഫ്ലോയിൽ? നന്നായിട്ട് ബാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ നമുക്ക് 8 ലക്ഷം കഴിഞ്ഞ ക്വാർട്ടറിൽ 8,21,025 വന്നതാണ്. ഈ 24 7 ലക്ഷമായിരുന്നു എന്ന് മാത്രമല്ല, ഞാനത് ചോദ്യത്തിന് ഞാനിപ്പോൾ പഠിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞില്ലേ, എനിക്ക് കണ്ട ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, നമ്മൾ നേരത്തെ കൂടുതൽ വന്നുകൊണ്ടിരുന്ന USA, ജർമ്മൻ, UK പോലെ തന്നെ ഒരു 4ാമത്തെ പൊസിഷനിൽ നമുക്കിവിടെ എത്തുന്ന ഫോറിൻ ടൂറിസ്റ്റുകളുടെ കാര്യത്തിൽ ഒമാൻ വരുന്നുണ്ട്. അപ്പം ഈ അറബ് എന്ന് പറയുന്നത് നമുക്ക് ഇനിയും നന്നായിട്ട് ഫോക്കസ് ചെയ്ത് കൂടുതൽ ടൂറിസ്റ്റുകളെ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സെക്ടറാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നുണ്ട്. അപ്പം ഈ GCC വെസ്റ്റ് ഏഷ്യയിലെ ഈ പറഞ്ഞ സംഘർഷങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവിടുന്ന് ആളുകൾ വരുന്നതിൽ കുറവുണ്ടാകുന്നില്ല. മൺസൂണാണ് അവർ കൂടുതലായിട്ട് വരാൻ ആഗ്രഹിക്കുന്ന ഒരു സമയം. യഥാർത്ഥത്തിൽ നമ്മൾ ഒന്ന് സ്ലോ ആവുന്ന ഒരു ടൈമായിരുന്നു. മഴക്കാലത്ത് ഇവിടെ സത്യത്തിൽ ടൂറിസം ഒന്ന് തണുത്ത് കിടക്കുന്ന സമയമായിരുന്നു മുമ്പ്. പക്ഷെ ഇപ്പോൾ ഈ GCC എന്നുള്ള ആൾക്കാർ മൺസൂണിൽ കൂടുതലായി വരാൻ തുടങ്ങിയതോടുകൂടി നമുക്ക് അതൊരു നല്ല പുതിയ സാധ്യതയായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ അതിനും കുറച്ചുകൂടെ കൂടുതൽ നമ്മുടെ മാർക്കറ്റിങ്ങും GCCയിൽ കുറച്ചുകൂടെ ഒന്ന് കൂട്ടാം എന്നും കൂടി വിചാരിക്കുകയാണ്. കാരണം നമ്മൾ ഒരു സ്ഥലത്തുനിന്നും മാത്രം നിൽക്കാതെ പറ്റാവുന്ന പുതിയ സ്ഥലങ്ങളിൽ പോവുക. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ അവിടെ നിന്നുള്ള ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ വർധനവുണ്ടായിട്ടുണ്ട്. മിനിസ്റ്റർ, ഈ മൺസൂൺ കാലത്ത് സ്വാഭാവികമായിട്ടും ഈ വിദേശത്തു നിന്നുള്ള വിനോദസഞ്ചാരികളൊക്കെ വരുന്നു എന്ന് പറയുന്നു. അപ്പോൾ മിനിസ്റ്റർ, വർധനവുണ്ടായി എന്തോ കേൾക്കാം. എവിടെയാ? ഈ മൺസൂൺ കാലത്താണ് വിദേശത്തു നിന്നടക്കം വിനോദസഞ്ചാരികൾ ഇങ്ങോട്ട് കേരളത്തിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നതെന്ന് പറയുന്നു. പക്ഷേ ഇപ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മഴ തുടങ്ങുമ്പോഴേക്കും നമ്മൾ റെഡ് അലർട്ടിലേക്ക് മാറുന്നു. ഇപ്പോൾ ഈ പറയുന്ന മലയോര മേഖലകളിലടക്കം നിയന്ത്രണങ്ങൾ വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം ഒരു വിലക്ക് ടൂറിസത്തെ ബാധിക്കില്ലേ? 2 കാര്യമുണ്ട് അതിനകത്ത്. ഒന്നിപ്പം നമ്മൾ ഈ മലയോര മേഖലയിലാണ് നമ്മുടെ ഈ സാഹസിക ടൂറിസം, എന്തായാലും പറയുന്നത് അഡ്വഞ്ചർ ടൂറിസം, അതിൻ്റെ കൂടുതൽ ആക്ടിവിറ്റീസ് നടക്കുന്നത് ഈ പറഞ്ഞ നമ്മുടെ മലയോര മേഖലയിലാണ്. കണ്ണൂരിൻ്റെ എടുത്താലും വയനാടിൻ്റെ എടുത്താലും ഇടുക്കിയുടെ എടുത്താലും ഒക്കെ അഡ്വഞ്ചർ ടൂറിസം ഈ ഏരിയയിലാണ്. അപ്പം നമുക്കിപ്പോൾ ഒരു ഗവൺമെൻറ്റിന് ഈ പറഞ്ഞ പോലെ മഴ മുന്നറിയിപ്പെല്ലാം കൊടുത്ത് പിന്നെ ആ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ ടൂറിസം അനുവദിക്കുകയും എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചു പോവുകയും ചെയ്തു കഴിഞ്ഞാൽ സർക്കാർ റെസ്പോൺസിബിൾ ആകും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഉള്ള ഒരു മാർഗം നമ്മൾ കണ്ടെത്തേണ്ടി വരും. അതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. കാരണം അവിടെ വളരെ ഈ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം ഇക്കോളജിക്കലി വളരെ ഫ്രെജൈലായിട്ടുള്ള സ്ഥലങ്ങളുമാണ്. 5-6 ദിവസം അടുപ്പിച്ച് മഴ പെയ്താൽ ഫ്ലഡ് പ്രോൺ ആണ് അവിടെ. ആ സമയത്ത് നിങ്ങൾ എന്തിനും അവിടെ ഈ പറഞ്ഞ ആക്ടിവിറ്റീസ് അനുവദിച്ചു എന്ന് ചോദ്യം വന്നാൽ നമ്മൾ ഉത്തരം പറയേണ്ടി വരും. എന്നാൽ ഈ പറഞ്ഞ ഇഷ്യൂ ഉണ്ട്, ആ സമയത്ത് എന്ത് കൊടുക്കാൻ പറ്റും? അതിൻ്റെ ഇടയിൽ വേണം നമുക്കൊരു കാര്യം നടത്തിക്കൊണ്ട് പോകാൻ. ഞാൻ കണ്ണൂർ കഴിഞ്ഞ ദിവസം പോയപ്പോൾ ഇതേ കാര്യം അവരെന്നോട് ചോദിച്ചു, ഈ പ്രശ്നം. അപ്പോൾ ഇത് വെച്ച് നമുക്ക് അവസാനിപ്പിക്കാം. താങ്ക് യു. നമ്മളൊരു കാര്യം നേരത്തെ ചോദിച്ചു, ഈ ക്വാർട്ടറിൽ 14% വർധന സഞ്ചാരികളുടെ എണ്ണത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ
ഫോറിൻ ടൂറിസ്റ്റുകളുടെ കാര്യത്തിൽ മാത്രം ഞാൻ ആ കാരണക്കാർ നേരത്തെ പറയാൻ നേരം നോക്കിയത് 14% വർധനവ് ഉണ്ടായിട്ടുണ്ട്. ഈ സാഹചര്യം ലോക സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നല്ലതാണത്.